ഹലോ, ഫൈൻ ട്യൂൺ യുവർ ഇംഗ്ലീഷിൻ്റെ 2018 ഡിസംബറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ എ പാർട്ടും ബി പാർട്ടും ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഇതിൽ എന്താ പറയുക ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? എ പാർട്ടിൽ എ ക്വസ്റ്റ്യൻ, ദ കാക്ലിംഗ് ഓഫ് ഗീസ് സേവ്ഡ് റോം, അണ്ടർലൈൻ ദ സബ്ജക്റ്റ്. ഓക്കെ, സോ സബ്ജക്റ്റ് കണ്ടുപിടിക്കാനാണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൂവർ ഓഫ് ദ ആക്ഷൻ. അപ്പോൾ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞ് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ മെയിനായിട്ടുള്ള വെർബ്, ചിലപ്പം വേറെയും വെർബുകളുണ്ടാകും, പക്ഷെ അവിടെ മെയിനായിട്ട് നടക്കുന്ന വെർബ് അതെന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കി, കാക്ലിംഗ് ഓഫ് ഗീസ് സേവ്ഡ് റോം എന്നാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വെർബ് എന്ന് പറയുമ്പം ആക്ഷൻ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കും കാക്ലിംഗ് ഓഫ് ഗീസ് ആണെന്ന്. പക്ഷെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, കാക്ലിംഗ് ഓഫ് ഗീസ് സേവ്ഡ് റോം മലയാളത്തിലൊന്ന് പറഞ്ഞു നോക്കി എങ്ങനെയാ? ഗീസിൻ്റെ കാക്ലിങ് റോമിനെ രക്ഷിച്ചു, റൈറ്റ്? അപ്പോൾ അവിടെ സേവ്, രക്ഷിക്കുക എന്നുള്ളതല്ലേ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള വെർബ് വരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ നിങ്ങളത് മലയാളത്തിൽ എങ്ങനെയായിരിക്കും എന്നൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക, മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം നമ്മൾക്ക് കറക്റ്റ് വെർബിലേക്ക് വരാൻ പറ്റും. ഓക്കെ, സോ സേവ്ഡ് ആണ് ഇവിടുത്തെ മെയിൻ വെർബ് എന്ന് മനസ്സിലായി. എന്താണ് റോമിനെ സേവ് ചെയ്തത്? എന്താണ് സേവ് ചെയ്തത്? അല്ലെങ്കിൽ ആരാണ് സേവ് ചെയ്തത്? ദ കാക്ലിംഗ് ഓഫ് ഗീസ് അല്ലേ? കാക്ലിംഗ് ഓഫ് ഗീസ് ആണ്. സോ ഡുവർ ഓഫ് ദ ആക്ഷൻ എന്താണ്? കാക്ലിംഗ് ഓഫ് ഗീസ് ആണ്. സോ ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? ദ കാക്ലിംഗ് ഓഫ് ഗീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ്ലാമാബാദ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് പാകിസ്ഥാൻ, അണ്ടർലൈൻ ദ പ്രെഡിക്കേറ്റ്. ഓക്കെ, ഒരു സെൻറ്റൻസ് എടുത്ത് ആ സെൻറ്റൻസിനെ നമുക്ക് രണ്ടായിട്ട്, നമ്മുടെ ഫൈൻ ട്യൂൺ യുവർ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ എന്താ പറയുക, നമ്മളുടെ സെൻറ്റൻസിനെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു പാർട്ട് അതിൻ്റെ സബ്ജക്റ്റ്, അത് ബാക്കി വരുന്ന വെർബും ഒബ്ജക്റ്റും കൂടുന്നതാണ് അതിൻ്റെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കി, ഇസ്ലാമാബാദ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് ക്യാപിറ്റൽ? ഇസ്ലാമാബാദ് ആണ് അല്ലേ? സോ ഇസ്ലാമാബാദ് ഇസ് ദ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നു. ബാക്കി വരുന്ന വെർബും ഒബ്ജക്റ്റും കൂടുന്ന ഭാഗം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് പാകിസ്ഥാൻ, അതാണ് അവിടെ പ്രെഡിക്കേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എ പാർട്ട്, ഐ വോണ്ട് ഡാഷ്. ഇനി ബി ക്വസ്റ്റ്യൻ ഏതാണ്? വി ഓൾ ഹോപ്പ് ഡാഷ്, സപ്ലൈ എ നൗൺ ഫ്രേസ് ഈച്ച്. അപ്പോൾ നൗൺ ഫ്രേസ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നാമം, നെയിമിങ് വേർഡ്സ് അല്ലേ? അതിനാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ആൻഡ് നൗൺ ഫ്രേസ് മതി എന്നാണ് പറയുന്നത്. സോ അതൊരു ക്ലോസിലേക്ക് പോകണ്ട, ദാറ്റ് മീൻസ് സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷനിലേക്കൊന്നും പോകണ്ട, ജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയിട്ട് പറഞ്ഞാൽ മതി. സോ വേണമെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ഒക്കെ കൂട്ടി ഒരു നൗൺ അങ്ങ് പറഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഒരു ഫ്രേസ് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ വാണ്ട് എ ബ്ലൂ പെൻ. ഇവിടെ എ ബ്ലൂ പെൻ എന്നുള്ളതാണ് അവിടെ ഫ്രേസ്. നോക്കിയേ, പെൻ ആണ് ഇവിടുത്തെ നൗൺ അല്ലേ? പെൻ ആണ് ഇവിടുത്തെ നൗൺ. ഇനി ആ പെന്നിന് ഞാനൊരു വിശേഷണം കൊടുക്കുകയാണ്, ഒരു അഡ്ജക്റ്റീവും കൂടി കൊടുക്കുകയാണ്. എന്ത്? എ ബ്ലൂ പെൻ. ഏതെങ്കിലും ഒരു പെൻ പോരാ, ഒരു ബ്ലൂ പെൻ വേണം. അപ്പോൾ ആ എ ബ്ലൂ പെൻ എന്നുള്ളത് അവിടെ നൗണിനോട് ചേർന്ന് വന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആയില്ലേ? സോ അപ്പോൾ അതവിടെ ഒരു നൗൺ ഫ്രേസ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ? റൈറ്റ്. സോ അപ്പോൾ ഐ വോണ്ട് എ ബ്ലൂ പെൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വി ഓൾ ഹോപ്പ്. ഇനി അടുത്തത് നമുക്ക് എന്തെങ്കിലും ഒരു നൗൺ ഫ്രേസ് കൊടുക്കണം. സോ നമ്മൾ ഹോപ്പ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വി ഓൾ ഹോപ്പ് ഫോർ എ ഹോളിഡേ. ഓക്കെ, അല്ലെങ്കിൽ വി ഓൾ ഹോപ്പ് ഫോർ എ ന്യൂ ടി വി ഷോ. ഓക്കെ, വി ഓൾ ഹോപ്പ് ഫോർ എ ക്ലാസ് ടൂർ. ഓക്കെ, വി ഓൾ ഹോപ്പ് ഫോർ എ പീസ്ഫുൾ ഇന്ത്യ. ഓക്കെ, എ പീസ്ഫുൾ ലൈഫ്, എ ഹെൽതി ബോഡി, അങ്ങനെ എന്ത് വേണമെങ്കിലും. സോ എ ഹെൽതി ബോഡി, ബോഡി എന്നുള്ളത് അവിടെ നൗണായി, ഹെൽതി എന്നുള്ളത് ആ ബോഡിക്ക് നമ്മൾ കൊടുക്കുന്ന വിശേഷണം, അതെല്ലാം കൂടി വരുമ്പം ഒരു നൗൺ ഫ്രേസായി മാറി അല്ലേ?
അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ എ ന്യൂ ടി വി ഷോ നമുക്കത് നൗണായിട്ട് പറയാം. ആൻഡ് അതിനോട് ചേർന്ന് വരുന്ന കുറച്ച് എന്താ പറയുക ഫ്രേസ് വാക്കുകളുടെ കൂട്ടം അതെല്ലാം കൂടി വരുമ്പോൾ എന്താവും അവിടെ ഒരു നൗൺ ഫ്രേസ് നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ I fear that I shall fail. B question. He replied that he would be present at the party. Identify the noun clause. ഇതിന് ഞാനൊരു ഈസി മെത്തേഡ് പറയാം. ഈ നൗൺ ക്ലോസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അഡ്വേർബ് ക്ലോസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പം ഈ ദാറ്റ് പിന്നെ ഏതാണ് രണ്ട് സെൻറ്റൻസിലും നമുക്ക് ദാറ്റ് ഉണ്ടല്ലേ, അല്ലെങ്കിൽ ദാറ്റ്, വിച്ച്, ഹൂ അങ്ങനെയുള്ള വാക്കുകളുടെ കൂടെ വരുന്നതായിരിക്കും യൂഷ്വലി എന്താണ് ഈ നൗൺ ക്ലോസ് അല്ലെങ്കിൽ അഡ്വേർബ് ക്ലോസ് ഒക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഐ ഫിയർ, ഇനി ദാറ്റും അതിൻ്റെ കൂടെയും വരുന്ന ഏതാ, ദാറ്റ് ഐ ഷാൽ ഫെയിൽ. സോ അതാണ് അവിടെ നൗൺ ക്ലോസ്. ഹി റിപ്ലൈഡ് ദാറ്റ് ഹി വുഡ് ബി പ്രസൻറ്റ് അറ്റ് ദ പാർട്ടി. സോ എന്താണ് അവിടെ നൗൺ ക്ലോസ്, ദാറ്റ് ഹി വുഡ് ബി പ്രസൻറ്റ് അറ്റ് ദ പാർട്ടി. സോ ദാറ്റ് അതുപോലത്തെ വേർഡ്സും അതിനോട് ജോയിനിങ് ആയിട്ട് വരുന്നതായിരിക്കും യൂഷ്വലി അവിടെ നമുക്ക് ക്ലോസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ, മൈ ബൈസിക്കിൾ വാസ് സ്റ്റോളൻ. അതാണ് എ ക്വസ്റ്റ്യൻ. ബി, മൈ പോക്കറ്റ് ഹാസ് ബീൻ പിക്ഡ്. ടേൺ ദി സെൻറ്റൻസസ് ഇൻ ടു ആക്റ്റീവ് വോയിസ്. സോ അപ്പോൾ ഇത് നമുക്ക് പാസീവ് വോയിസിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലും പറഞ്ഞിരുന്നു, ചിലപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ട് ഇത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ചുമ്മാ ഒരു സെൻറ്റൻസ് തന്നിട്ട് ചേഞ്ച് ദ വോയിസ് എന്ന് മാത്രം നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന പോലെ ഐഡൻറ്റിഫൈ ദ വോയിസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. എങ്ങനെ വന്നാലും നമ്മൾക്ക് ആദ്യമേ തന്നെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെൻറ്റൻസിലെ വെർബ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിയേ, മെയിൻ വെർബ് കേട്ടോ, മെയിൻ വെർബ് കണ്ടുപിടിക്കുക. സോ മൈ ബൈസിക്കിൾ വാസ് സ്റ്റോളൻ. ഇവിടെ എന്താണ്, സ്റ്റോളൻ എന്നുള്ളതാണ് അവിടെ, അല്ലെങ്കിൽ സ്റ്റീൽ എന്നുള്ളതാണ് അവിടുത്തെ വെർബ് അല്ലേ. ആരാ സ്റ്റീൽ ചെയ്തതെന്നുണ്ടോ, എന്താ സ്റ്റീൽ ചെയ്തതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആരാ സ്റ്റീൽ ചെയ്തത്, ദാറ്റ് മീൻസ് ഡൂവർ ഓഫ് ദ ആക്ഷൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ഇല്ല. എൻ്റെ ബൈസിക്കിളാണ് പോയെന്ന് മനസ്സിലായി, ഇതാരാ സ്റ്റീൽ ചെയ്തതെന്നുള്ളത് ഇവിടെ പറയുന്നുണ്ടോ, ഇല്ല. എപ്പോഴും പാസീവ് വോയിസിനെ പറ്റി മനസ്സിലാക്കിക്കോ. ദാറ്റ് ഈസ് പാസീവ് വോയിസിൽ ഒരിക്കലും ഡൂവർ ഓഫ് ദ ആക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, ആര് ചെയ്തു. ദാറ്റ് മീൻസ് സബ്ജക്റ്റിനൊട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു വോയിസ് ആണ് ഏത്, പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സെൻറ്റൻസ് എന്താണ്, പാസീവ് വോയിസിലാണ്. എന്നാൽ ആക്റ്റീവ് വോയിസിലാണെങ്കിലോ, നമുക്കിനി ആൻസർ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, ഇനി സാധാരണഗതിയിൽ എന്തെങ്കിലും സ്റ്റീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാരാ സാധാരണഗതിയിൽ സ്റ്റീൽ ചെയ്യുന്നത്, തീഫാണല്ലേ. സോ അത് അണ്ടർസ്റ്റുഡ് ആണ്, അതുകൊണ്ടാണ് അവിടെ അത് മെൻഷൻ ചെയ്യാത്തത്. അല്ലെങ്കിൽ ചിലപ്പം ഒന്നെങ്കിൽ തീഫ് കൂട്ടി നമുക്കത് പറയാം, അല്ലെങ്കിൽ ആരോ എൻ്റെ സൈക്കിള് മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ അവിടെ ആരോ എന്നുള്ളത് അവിടെ പ്രസക്തമാണോ, ഇന്നയാളെന്ന് പറയുവാണെങ്കിൽ ഓക്കെ ശരി, നമുക്ക് കള്ളനെ പിടിക്കാം. പക്ഷെ ആരോ എന്ന് പറയുന്നത് അവിടെ അത്ര പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. എന്തായാലും എൻ്റെ സൈക്കിള് പോയി എന്നുള്ളതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എന്താണ് ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റണമെങ്കിൽ, ആക്റ്റീവ് വോയിസ് ആകുമ്പോൾ എന്ത് വേണം, സബ്ജക്റ്റ് കൂടിയേ തീരൂ, അല്ലാതെ നമ്മളുടെ സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലാകുമോ, ഇല്ല. അപ്പോൾ ഇതുപോലത്തെ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പാസീവ് വോയിസിൽ തന്നിട്ട് ആക്റ്റീവ് വോയിസ് ആക്കാൻ പറഞ്ഞിരിക്കുന്നു. ആൻഡ് അതിൻ്റെ സബ്ജക്റ്റ് ഒന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് യൂസ് ചെയ്യാം. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, സംബഡി, സമ്മൺ, എവ്രിവൺ, എവ്രിബഡി, അതുപോലുള്ള ഈ ബഡി, വൺ ഒക്കെ ചേർത്തുള്ള വാക്കുകളുണ്ടല്ലോ, പ്രൊനൗണുകൾ, അതിനാണ് നമ്മൾ ഇൻഡെഫിനിറ്റ്. ദാറ്റ് മീൻസ് ആരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ലാതെ ആര് വേണമെങ്കിലും ആകാം എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ അപ്പോൾ അങ്ങനത്തെ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കിവിടെ അറിയാം
കട്ടുകൊണ്ട് പോകുന്നത് കള്ളനാണ് അല്ലേ? സോ അപ്പോൾ കള്ളൻ ദ തീഫ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാലും കറക്റ്റാണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പോൾ കള്ളനെ പിടിച്ചു എന്നുള്ള രീതി പറയുവാണെങ്കിൽ ദ തീഫ് വാസ് കോട്ട്. സാധാരണഗതിയിൽ കള്ളനെ പിടിക്കുന്ന ആരാണ്? പോലീസാണ് അല്ലേ? സോ നമുക്ക് ദ പോലീസ് കോട്ട് ദ തീഫ് എന്ന് നമുക്ക് പറയാം ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ. മനസ്സിലായോ? സോ അപ്പോൾ ചില പാസീവ് വോയിസിൽ നിങ്ങൾക്ക് സെൻറ്റൻസസ് തരുമ്പം ചിലപ്പോൾ അവർ നിങ്ങൾക്ക് അവിടെ സബ്ജക്റ്റ് തരത്തില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്കവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള എന്താ പറയുക സബ്ജക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ശരി. സോ ഇവിടെ എങ്ങനെയാണ് നോക്കിയേ, സംബടി. അപ്പോൾ ഞാനിവിടെ ആദ്യം എന്തായാലും ആക്റ്റീവ് വോയിസിൽ ഫസ്റ്റ് എന്ത് വരണം? സബ്ജക്റ്റ് വരണം. സോ ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തു സംബടി. നോക്കിയേ, ഇനി ഇത് ഏത് ടെൻസാ? മൈ ബൈസിക്കിൾ വാസ് സ്റ്റോളൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാസ് വരുന്ന ഏത് ടെൻസിലാ? പാസ്റ്റ് ടെൻസിലാണ്. സ്റ്റീലിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? സ്റ്റോൾ. റൈറ്റ്. സോ സംബടി സ്റ്റോൾ മൈ ബൈസിക്കിൾ. അല്ലെങ്കിൽ ദ തീഫ് സ്റ്റോൾ മൈ ബൈസിക്കിൾ. എങ്ങനെ കൊടുത്താലും ആൻസർ കറക്റ്റാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൈ പോക്കറ്റ് ഹാസ് ബീൻ പിക്ഡ്. ഓക്കെ, ഇനി പോക്കറ്റ് ഹാസ് ബീൻ പിക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? പോക്കറ്റ് അടിച്ചു എന്ന്. എൻ്റെ പോക്കറ്റ് ആരോ, ദാറ്റ് മീൻസ് മോഷണം പോയി എന്നുള്ളതാണ് അവിടെ അർത്ഥം. പിക്ക് പോക്കറ്റിങ് അവിടെ നടന്നു എന്നുള്ളതാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, സാധാരണഗതിയിൽ തീഫാണ് എന്താ പറയുക പോക്കറ്റ് അടിക്കുന്നത്, അല്ലെങ്കിൽ ആരോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലേ? സോ അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. സോ സംബടി. ഓക്കെ, ആക്റ്റീവ് വോയിസിലേക്ക് എഴുതുമ്പോൾ ആദ്യം എന്താ എഴുതണ്ടേ? സബ്ജക്റ്റ് എഴുതണം. സോ നമ്മളിവിടെ സംബടി എന്ന് എഴുതി. എന്തുകൊണ്ടാണ് സംബടി എന്ന് എഴുതിയേ? കാരണം ആരോ എന്നുള്ള രീതിയിൽ നമ്മളവിടെ മെൻഷൻ ചെയ്താൽ മതി. ആരാന്ന് നമുക്കറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. സോ സംബടി. ഇനി ഇവിടെ നോക്കിയേ, മൈ പോക്കറ്റ് ഹാസ് ബീൻ പിക്ഡ് എന്നാണ് പറഞ്ഞത്. ഹാസ് ബീൻ ഒക്കെ വരുന്നത് ഏത് ടെൻസിലാണ്? പെർഫെക്റ്റ് ടെൻസിലാണ് അല്ലേ? സോ പെർഫെക്റ്റ് ടെൻസാണ്. സോ ദാറ്റ് മീൻസ് ആക്റ്റീവ് വോയിസിലും ഏത് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യണം? പാസീവ് വോയിസ് അല്ല, സെൻറ്റൻസ് എന്താണ്? പെർഫെക്റ്റ് ടെൻസിൽ തന്നെ വേണം. ദാറ്റ് മീൻസ് ഹാസ് അവിടെ ചേർക്കണം. സംബഡി ഹാസ് പിക്ഡ് മൈ പോക്കറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഹി റാൻ ഡാഷ് ബി ഹി സ്ലെപ്റ്റ് ഓർ ഡാഷ് സപ്ലൈ എ കോഗ്നേറ്റ് ഒബ്ജക്റ്റ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ കോഗ്നേറ്റ് ഒബ്ജക്ട്സ് നമ്മൾ പറഞ്ഞതാണ്. കോഗ്നേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് മീൻസ് വെർബിനും ഒബ്ജക്റ്റിനും എന്താ പറയുക ഒരേ റൂട്ട് അല്ലെങ്കിൽ ഒരേ എന്താ പറയുക റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളിൽ നിന്നും എന്താ പറയുക ഉണ്ടായേക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന എന്താണ് വെർബിനും ഒബ്ജക്റ്റിനും നമ്മൾ കോഗ്നേറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയും. ഇപ്പം ഞാൻ എക്സാമ്പിൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഐ ഡാൻസ്ഡ് എ ഡാൻസ് ടു ലീവ് എ ലൈഫ്. കണ്ടോ, ലീവും ലൈഫും മലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഞാനൊരു ആനന്ദ നൃത്തം ആടി, അല്ലെങ്കിൽ നല്ല ജീവിതം ജീവിക്കുക. ഇതാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ടു ലീവ് എ ഗുഡ് ലൈഫ്, നല്ല ജീവിതം. സോ ജീവിതം ജീവിക്കുക, കണ്ടോ, രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകളല്ലേ? അല്ലെങ്കിൽ നല്ല മരണം മരിക്കുക എന്ന് നമ്മൾ പറയൂല്ലേ? സോ മരണം മരിക്കുക രണ്ടും റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് അല്ലേ? സോ വെർബിൻ്റെ ആ വേർഡുമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്ന ഒബ്ജക്റ്റ്, അതിനാണ് നമ്മൾ കോഗ്നേറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. ഹി റാൻ എ റേസ് എന്നാണ് പറയുന്നത് കേട്ടോ. സോ ഹി റാൻ എ റേസ്. ദെൻ ഹി സ്ലെപ്റ്റ് ഹി സ്ലെപ്റ്റ് സ്ലീപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് ഹി സ്ലെപ്റ്റ് സൗണ്ട് സ്ലീപ്പ്, നല്ല ഉറക്കം ഉറങ്ങുക, അല്ലെങ്കിൽ എന്താ പറയുക ഗാഠമായ ഉറക്കം ഉറങ്ങുക. കണ്ടോ, റിലേറ്റഡ് ആയിട്ടല്ലേ വരുന്നത്? സോ അപ്പോൾ അങ്ങനത്തെ വേർഡ്സിനാണ് കോഗ്നേറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ
ഇവിടെ എന്താണ് നമുക്ക് വരിക? ഹി റാൻ എ റേസ്, ദെൻ ഹി സ്ലെപ്റ്റ് എ സൗണ്ട് സ്ലീപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷീ സാങ് ഇനി ബ്രാക്കറ്റിൽ യെസ്റ്റർഡേ ഇൻ ദ ടൗൺ ഹാൾ അറ്റ് 2 o'clock വെരി സ്വീറ്റ്ലി. അറേഞ്ച് ദ അഡ്വേർബ്സ് ഇൻ പ്രോപ്പർ ഓർഡർ. ഇത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ എടുത്ത് നിങ്ങൾക്ക് എഴുതാവുന്നുള്ളൂ. അപ്പോൾ ഇതിന് നിങ്ങളൊരു ക്ലൂ ഓർത്തിരിക്കണം. MPT, M ഫോർ മാൻ, P ഫോർ പെൻ, T ഫോർ എന്താ പറയുക ടോപ്പ്, കേട്ടോ. സോ MPT എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്നില്ലെങ്കിൽ എം പി നമ്മൾ പറയുമല്ലോ, മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയും അല്ലേ. സോ MP പിന്നെ ഒരു T, MPT. ഈ ഓർഡർ തെറ്റിപ്പോരുത് കേട്ടോ. സോ ഇതുപോലെ അഡ്വർബുകൾ ഓർഡർ ആക്കാനായിട്ട് പറയുമ്പം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട രീതി ഇതാണ്. MPT, M ഫോർ മാനർ. ദാറ്റ് മീൻസ് ഒരു വെർബ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ നടന്നു എന്നുള്ളത് പറയാനാണ് മാനർ. ഇനി P പറയണ എന്താണ്? പ്ലേസ്, എവിടെ നടന്നു. സോ അഡ്വർബുകൾ നിങ്ങൾ അറേഞ്ച് ചെയ്യുമ്പം ആദ്യം മാനർ കാണിക്കണം, പിന്നെ പ്ലേസ് കാണിക്കണം, ദെൻ പിന്നെ വരുന്നതാണ് MPT എന്നാണ് ഞാൻ പറഞ്ഞത്. T എന്ന് പറഞ്ഞാൽ എന്താ? ടൈം, ഏത് സമയത്ത് നടന്നു. പക്ഷെ ഇവിടെ നോക്കി യെസ്റ്റർഡേ എന്നും ഉണ്ട്, അറ്റ് 2 o'clock എന്നും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും? ആദ്യം യെസ്റ്റർഡേ എന്നോ ലാസ്റ്റ് മന്ത് എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സ്പെസിഫൈഡ് മന്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ മന്ത് അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്യുക ആദ്യം, അല്ലെങ്കിൽ യെസ്റ്റർഡേ, ടുമോറോ, അങ്ങനെ എന്താണെങ്കിലും അത് മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എക്സാക്ട് ടൈം കൊടുത്തേക്കുന്നത് കൊടുക്കുക. ക്ലിയർ ആണോ? ഓക്കെ, ആദ്യം യെസ്റ്റർഡേ, ടുമോറോ, ടുഡേ, ലാസ്റ്റ് നൈറ്റ്, അങ്ങനെ എന്തെങ്കിലും ലാസ്റ്റ് മന്ത് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക ആദ്യം ടൈമില്ലേ. ഓക്കെ, പിന്നെ എക്സാക്ട് ടൈം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെങ്ങനെ എഴുതും? MPT മാനർ, ഏത് രീതിയിൽ. P ഫോർ പ്ലേസ്, പിന്നെ വരേണ്ടതാണ് ടൈം. സോ അങ്ങനെയെങ്കിൽ നമ്മളിവിടെ എങ്ങനെ അറേഞ്ച് ചെയ്യും? ഷീ സാങ് വെരി സ്വീറ്റ്ലി ഇൻ ദ ടൗൺ ഹാൾ യെസ്റ്റർഡേ അറ്റ് 2 o'clock. ക്ലിയർ ആണോ? സോ ഈ ജസ്റ്റ് ഈ ഒരു ക്ലൂ ഓർത്തിരുന്നാൽ മതി നിങ്ങൾ. MPT. ഓക്കെ, സോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ ടൈപ്പ് ചിലപ്പോൾ ഇതിൽ എല്ലാം വേണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ മാനർ അവർ തന്നിട്ടുണ്ടാവില്ല. ഷീ സാങ് യെസ്റ്റർഡേ ഇൻ ദ ടൗൺ ഹാൾ അറ്റ് 2 o'clock എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ എങ്ങനെ എഴുതണം? PT നോക്കിയാൽ മതി അല്ലേ. ദാറ്റ് മീൻസ് ഷീ സാങ് ഇൻ ദ ടൗൺ ഹാൾ യെസ്റ്റർഡേ അറ്റ് 2 o'clock. ഓക്കെ, സോ അപ്പോൾ എങ്ങനെയാണെങ്കിലും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പ്ലേസ് തന്നിട്ടുള്ള എന്താണ് മാനറും ടൈമും മാത്രമേ തന്നിട്ടുള്ളെങ്കിലോ ആദ്യം മാനർ കൊടുക്കുക, പിന്നെ ടൈം കൊടുക്കുക. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. I am indebted to you dash your help. B ക്വസ്റ്റ്യൻ ആണ്. The noise from downstairs prevented me dash sleeping. Fill in the blanks using the appropriate prepositions. Okay, so first ഇതിൽ നമ്മൾ കൊടുക്കേണ്ടതാ I am indebted to you for your help എന്നാണ് കേട്ടോ. ഓക്കെ, സോ അവിടെ preposition കറക്റ്റ് വരേണ്ടത് ഏതാണ്? for. So for something, thank you for your help. ഓക്കെ, സോ നിൻ്റെ ഹെൽപ്പിന് നന്ദി എന്നല്ലേ നമ്മൾ പറഞ്ഞത്. സോ അവിടെ ഫോർ എന്നുള്ളതാണ് വരേണ്ടത് കേട്ടോ. ഇനി സെക്കൻഡ് സെൻറ്റൻസ് എങ്ങനെയാണ്? ദ നോയ്സ് ഫ്രം ദ ഡൗൺ സ്റ്റെയർസ് പ്രിവെൻറ്റഡ് മീ ഫ്രം സ്ലീപ്പിംഗ്. പ്രിവെൻറ്റിൻ്റെ കൂടെ ഓക്കെ സാനിറ്റൈസർ ഹെൽപ്സ് യു ടു പ്രിവെൻറ്റ് ഡിസീസസ്. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രിവെൻറ്റ് എന്നുള്ളതിൻ്റെ ഒക്കെ കൂടെ വരുന്ന ഫ്രം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, സോ ദ നോയ്സ് ഫ്രം ഡൗൺ സ്റ്റെയർസ് പ്രിവെൻറ്റ് മീ ഫ്രം സ്ലീപ്പിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗിവ് എ സിംഗിൾ വേർഡ് ഫോർ ദ ഗിവൺ ഇഡിയംസ്. പെൻഡോറാസ് ബോക്സ്, സ്വാർഡ് ഓഫ് ഡെമോക്ലസ്. ഓക്കെ, പെൻഡോറാസ് ബോക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്കംഫേർട്ട് എന്നുള്ളതാണ്. ഓക്കെ,
എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നു എന്നൊക്കെ ഉള്ള ഒരു അർത്ഥത്തിലാണ് പെൻഡോറാസ് ബോക്സ് എന്ന് പറയുന്നത്. സോ അതിനൊരു ഒറ്റ വാക്കായിട്ട് നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് എന്ന് പറയാം. സ്വോർഡ് ഓഫ് ഡെമോക്ലിസ്, ഡിസാസ്റ്റർ, ദാറ്റ് മീൻസ് വരാൻ പോകുന്ന എന്തോ ഒരു പ്രശ്നത്തെ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് സ്വോർഡ് ഓഫ് ഡെമോക്ലിസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ എനിവേസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. യൂസ് ദ ഫോളോയിങ് ഇൻ സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. നോഡ് ഓഫ്, നെയിൽ ഡൗൺ. നോഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുക, ഉറക്കം തൂങ്ങുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ദ മ്യൂസിക് മേക്സ് മീ നോഡ് ഓഫ്, ദാറ്റ് മീൻസ് അത് എന്നെ ഉറക്കും. ഓക്കെ, എന്നെ ഉറക്കത്തിലേക്ക് എന്താ പറയുക, ലീഡ് ചെയ്യും എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. സോ ഒരു സെൻറ്റൻസ് ഞാനിവിടെ ഉണ്ടാക്കുവാണ്. എന്താണ്? ദ മ്യൂസിക് മേക്സ് മീ നോഡ് ഓഫ്. ഇനി നെയിൽ ഡൗൺ. They are trying to nail down the cause of our network problems. Nail down എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് എന്നുള്ള പല അർത്ഥങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു അർത്ഥം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു അർത്ഥമായിട്ട് വരുന്ന സെൻറ്റൻസ് എഴുതിയാൽ മതി കേട്ടോ. സോ നെയിൽ ഡൗൺ, ഫൈൻഡ് ഔട്ട്, സെർച്ച് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്. സോ ദേ ആർ ട്രൈങ് ടു നെയിൽ ഡൗൺ ദ കോസ് ഓഫ് അവർ നെറ്റ്വർക്ക് പ്രോബ്ലംസ്. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ ആണ്. യൂസ് ഇൻ സെൻറ്റൻസ് ഓഫ് യുവർ ഓൺ. To take the bull by the horn. Second one, to shed crocodile tears. ഈ to shed crocodile tears ഇതിന് മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റിപ്പീറ്റ് ആയിട്ട്. സോ അത് വളരെ എളുപ്പമാണ്, നമുക്കറിയാം. മുതല കണ്ണീർ ഒഴുക്കുക എന്നൊക്കെ നമ്മളുടെ, ദാറ്റ് മീൻസ് സിൻസിയർ അല്ലാത്ത കരച്ചിൽ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ്? ടു ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുക, എങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതിനാണ് ടു ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺ എന്ന ഇഡിയം യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ അപ്പോൾ എങ്ങനെ എഴുതും? ഒരു എക്സാമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടേതായ എക്സാമ്പിൾസ് കൊടുക്കാം. ഷീ ട്രൈ ടു ടേക്ക് ദ ബുൾ ബൈ ദ ഹോൺസ് ആൻഡ് ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം വിത്തൗട്ട് എനി ഫർദർ ഡിലേ. വലിയൊരു പ്രശ്നമാണെങ്കിലും അവൾ അതെങ്ങനെയെങ്കിലും ഫേസ് ചെയ്ത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ദെൻ ദേ ആർ ഷെഡിങ് ക്രോക്കഡൈൽ ടിയേഴ്സ് അപ്പോൺ ദ പ്ലൈറ്റ് ഓഫ് ദ പുവർ. പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ എന്നാണ് അർത്ഥം കേട്ടോ. മുതലക്കണ്ണീർ ഒഴുക്കുന്നത്, ദാറ്റ് മീൻസ് പാവങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് അവർക്ക് സങ്കടമൊന്നുമില്ല, പക്ഷെ അവർ ചുമ്മാ കാണിക്കാൻ വേണ്ടി കരയുന്നതാണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ 11th question. He calls his mother every day. B question. She knows how to knit. Negate the sentence. എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ നെഗറ്റീവ് ആക്കുക എന്നുള്ള രീതിയിൽ കേട്ടോ. സോ അപ്പോൾ അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ആൻഡ് എന്താ പറയുക, തെറ്റിച്ച് കളയരുത്. ഓക്കെ, എങ്ങനെ എഴുതും? ഹി കോൾസ് ഹിസ് മദർ എവ്രി ഡേ. സാധാരണഗതിയിൽ ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കൂടെ എന്തെങ്കിലും സഹായക്രിയ, ഇപ്പോൾ ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാവ്, ഹാസ്, അല്ലെങ്കിൽ ക്യാൻ, മേ, ഷാൽ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഓക്സിലറി വേർബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ കൂടെ നോ അല്ലെങ്കിൽ നോട്ട് ചേർക്കുകയാണ് സാധാരണഗതി നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ചില സെൻറ്റൻസുകളിൽ ഇതുപോലത്തെ സഹായക്രിയകളൊന്നും ഉണ്ടാവില്ല, ഹെൽപ്പിംഗ് വേർബ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? 3 പേര് സഹായം തേടാം. ആരൊക്കെയാണെന്നറിയോ? ഡു, ഡസ് അല്ലെങ്കിൽ ഡിഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഹീ കോൾസ് ഹിസ് മദർ എവ്രി ഡേ. ഇവിടെ ഏതെങ്കിലും സഹായക്രിയ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡു, ഡസ് അല്ലെങ്കിൽ ഡിഡ് ഉപയോഗിക്കണം. അപ്പോൾ ഇനി ഡൂവും ഡസും പ്രസൻറ്റ് ടെൻസിലാണ് വരുന്നത്, ഡിഡ് പാസ്റ്റ് ടെൻസിൽ വരുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ ഇത് ഏത് ടെൻസാന്ന് നോക്കാം. ഹി കോൾസ് ഹിസ് മദർ എവ്രി ഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹി കോൾഡ് എന്നായിരുന്നെങ്കിൽ പാസ്റ്റ് ടെൻസ് ആയേനെ അല്ലേ. പക്ഷെ ഹി കോൾസ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസാ? പ്രസൻറ്റ് ടെൻസാ. അപ്പോൾ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് ആണ് അവിടെ ചേർക്കേണ്ടത്, ഡിഡ് ചേർക്കണ്ട. അപ്പോൾ ഡിഡിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനിയുള്ളത് ഡു അല്ലെങ്കിൽ ഡസ്. എവിടെ ഡു എവിടെ ഡസ് ചേർക്കും? ഐ, യു, വി, ദേ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഡു ചേർക്കണം.
ഓക്കെ. പക്ഷെ ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ ഡസ് ചേർക്കണം. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഹീ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹീൻ്റെ കൂടെ നമ്മൾ ഏതാ ചേർക്കേണ്ടത്? ഡസ് ആണ് ചേർക്കേണ്ടത്. ഓക്കെ. സോ ഹീ ഡസ് എഴുതുക. പിന്നെ നോട്ട്, സെൻറ്റൻസ് നെഗറ്റീവ് ആക്കാനല്ലേ. സോ അപ്പോൾ ഹീ ഡസ് നോട്ട്, അല്ലെങ്കിൽ അതിനെ ചുരുക്കി ഡസിൻറ്റ് എന്ന് എഴുതാം. സോ ഹീ ഡസിൻറ്റ് കോൾ. പിന്നെയും കോൾസ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഡസ് എന്ന് പറയുമ്പോൾ തന്നെ വെർബിൻ്റെ കൂടെ എസിൻ്റെ ആ ഒരു സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആയി. പിന്നെയും പോയിട്ട് കോൾസ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ ഹീ ഡസിൻറ്റ് കോൾ ഹിസ് മദർ എവറി ഡേ. ഹീ ഡസിൻറ്റ് കോൾസ് ഹിസ് മദർ എവറി ഡേ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? അല്ല, തെറ്റാണ്. ഹീ ഡസിൻറ്റ് കോൾ ഹിസ് മദർ എവറി ഡേ. ഓക്കെ. ഇനി ബി ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതണം? ഷീ നോസ് ഹൗ ടു നെറ്റ്. ഇവിടെയും അതെ, നമുക്ക് സഹായക്രിയ ഒന്നുമില്ല അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡു ഡസ് ഡിഡിൻ്റെ ഹെൽപ്പ് തേടണം. ഷീ നോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് അത് ഏത് ടെൻസ് ആണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. ഷീ ന്യൂ എന്നായിരുന്നെങ്കിൽ KNEW, ന്യൂ എന്നായിരുന്നെങ്കിൽ പാസ്റ്റ് ടെൻസ് ആയിരുന്നേനെ. പക്ഷെ ഷീ നോസ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസാ? പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഡു അല്ലെങ്കിൽ ഡസ്. ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ ഏതാ ചേർക്കണ്ടേ? ഡസ് ആണ്. സോ ഷീ ഡസ് നോട്ട്. ഡസിൻറ്റ് ആക്കണമെന്നില്ല കേട്ടോ. ഡസ് നോട്ട് എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഷീ ഡസ് നോട്ട് നോസ് ആണോ നോയാണോ? നോ കേട്ടോ. ഷീ ഡസ് നോട്ട് അല്ലെങ്കിൽ ഷീ ഡസിൻറ്റ് നോ ഹൗ ടു knit. ഓക്കെ. ദെൻ 12th ക്വസ്റ്റ്യൻ ആണ്. ഷീ ഡസൻറ്റ് വർക്ക് ഇൻ എ ഹോട്ടൽ. യു ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ്. ആഡ് ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുവാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് നോക്കും. സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകണം. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആകണം. ഷീ ഡസൻറ്റ് വർക്ക് ഇൻ എ ഹോട്ടൽ എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ടാഗ് എന്ത് ചെയ്യണം? സഹായക്രിയയാണ് ഡസ് അല്ലേ. ആ ഡസിനെ അതേപടി എപ്പറേറ്റ് കൊണ്ടുവരിക. നോട്ട് മാറ്റാം അല്ലേ. പിന്നെ ഷീ ചേർക്കുക. സോ ഷീ ഡസൻറ്റ് വർക്ക് ഇൻ എ ഹോട്ടൽ ഡസ് ഷീ. ഓക്കെ. അടുത്തത് യു ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ്. പോസിറ്റീവ് സെൻറ്റൻസ് ആണോ നെഗറ്റീവ് സെൻറ്റൻസ് ആണോ? നെഗറ്റീവ് ആണല്ലേ, ഡോണ്ട് എന്ന് വന്നിരിക്കുന്നതുകൊണ്ട്. ഓക്കെ. സോ അപ്പോൾ ഡോണ്ട് വന്നിരിക്കുന്നു, അത് നെഗറ്റീവാണ്. അപ്പോൾ ആ നോട്ട് അങ്ങ് മാറ്റിയിട്ട് ഡൂവിനെ ഇങ്ങ് എടുക്കുക, പിന്നെ യു എന്ന സബ്ജക്റ്റ് ചേർക്കുക. സോ യു ഡോണ്ട് ലൈക്ക് സ്പൈസി ഫുഡ്, ഡു യു. ക്ലിയർ ആണോ? ഓക്കെ. ഇനി 13th, ഇത് ഇവിടെ മുതൽ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, neither my brother nor I dash gone to school. Insert the appropriate form of have. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് എന്ന്. ആ വീഡിയോയിൽ ഈ പോയിന്റുകളെല്ലാം ഡിസ്കസ് ചെയ്ത നീദർ നോർ, ഈദർ ഓർ അല്ലെങ്കിൽ ഓർ. ഏതൊക്കെയാണ്? നീദർ നോർ, ഈദർ ഓർ അല്ലെങ്കിൽ ഓർ നമ്മുടെ സെൻറ്റൻസിൽ വന്നാൽ അത് കഴിഞ്ഞു വരുന്ന സബ്ജക്റ്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വെർബ് നിശ്ചയിക്കാനായിട്ട്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് റിവിഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ പോയി കാണുക. അപ്പോൾ നിങ്ങൾക്കത് ക്ലാരിറ്റി കിട്ടും. ഓക്കെ. സോ നീദർ മൈ ബ്രദർ നോർ ഐ എന്ന് പറയുമ്പോൾ നീദർ നോർ കഴിഞ്ഞിട്ടുള്ള ഏതിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടുള്ളൂ? ഐ എന്നുള്ളതിനെ കൺസിഡർ ചെയ്യുള്ളൂ. ഐൻ്റെ കൂടെ ഹാവ് ആണോ ഹാസ് ആണോ? ഏതാ വരേണ്ടത്? ഐ യു വി ദേൻ്റെ കൂടെ ഹാവ് വരണം. ഹി ഷീ ഇറ്റിൻ്റെ കൂടെ ഹാസ് വരണം. സോ നീദർ മൈ ബ്രദർ നോർ ഐ ഹാവ് ഗോൺ ടു സ്കൂൾ. ഓക്കെ. ദെൻ second question, Jerry is one of those students who dash the homework because he leaves early. ഇവിടെ വൺ ഓഫ് ദോസ് എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇതും സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വൺ ഓഫ് ദ
വന്നാൽ അതിനെ സിംഗുലർ ആയിട്ടാണ്, ഏകവചനമായിട്ടാണ് അല്ലെങ്കിൽ ഒന്നായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു നമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, one of my friends is, one of the cars was. ക്ലിയർ ആണോ? സോ ജെറി ഈസ് വൺ ഓഫ് ദോസ് സ്റ്റുഡൻസ് ഹൂ മിസ് എന്നുള്ളതാണ് വെർബ്. അപ്പോൾ ജെറിയുടെ കൂടെ മിസ് എന്നാണോ മിസ്സസ് എന്നാണോ ചേർക്കണ്ടേ? മിസ്സസ് എന്നല്ലേ ചേർക്കണ്ടേ. കാരണം എന്താ, ഏകവചനം വരുമ്പോൾ വെർബിൻ്റെ കൂടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു എസ് ആഡ് ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്യണ്ടേ. ഓക്കെ, സോ ജെറി ഈസ് വൺ ഓഫ് ദോസ് സ്റ്റുഡൻസ് ഹൂ മിസ്സസ് ദ ഹോംവർക്ക് ബിക്കോസ് ഹീ ലീവ്സ് ഏർലി. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, മീഡിയ ഡാഷ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ഡെയിലി ഡിസിഷൻസ്. ഇവിടെ മീഡിയ എന്നുള്ളതൊരു കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താ മീൻസ്, ഇവിടെ മാധ്യമം, അതിപ്പോൾ പത്രമാകാം, ന്യൂസ് ആകാം, ഓക്കെ, അല്ലെങ്കിൽ ടെലിവിഷൻ ആകാം, എന്തും ആകാം, സോഷ്യൽ മീഡിയ ആവും, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് കൊടുക്കുന്ന ഒരു പദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏകവചനമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എങ്ങനെ എഴുതണം? ഏകവചനം വരുമ്പോൾ വെർബിൻ്റെ കൂടെ എസ് ചേർക്കണം. സോ മീഡിയ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ഡെയിലി ഡിസിഷൻസ്. ക്ലിയർ ആണോ? യെസ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യനും ഈതർ ഓർ ഞാൻ പറഞ്ഞൊരു കേസ് തന്നെയാണ്. ഇതിൽ ആസ് വെൽ ആസ് എലോങ് വിത്ത്, ടുഗെദർ വിത്ത് ഒക്കെ വരുന്നൊരു കേസുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. സോ നിങ്ങളത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൻ്റെ വീഡിയോ ഒന്നെടുത്ത് കാണുക കേട്ടോ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഈ എ പാർട്ടിലും ബി പാർട്ടിലും ഒക്കെ അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാൻ നല്ല സാധ്യതയുണ്ട്. സോ പ്ലീസ് ഡു വാച്ച് ദാറ്റ് വീഡിയോ. ഓക്കെ, സോ either Sheena or her brother dash coming for the program today. Insert the suitable form of be. Be forms ഏതൊക്കെയാ? 8 ബി ഫോംസ് ഉണ്ട്. ഏതൊക്കെയാ? ഈസ്, ആം, ആർ, വാസ്, വെയർ, ബി, ബീൻ, ബീയിങ്. ഇത്രയാണ് ബി ഫോംസ്. ഓക്കെ, പിന്നെ ഈതർ ഓർ വന്നിരിക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന സബ്ജക്റ്റിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി വെർബ് യൂസ് ചെയ്യാൻ. സോ അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഈതർ ഷീന ഓർ ഹെർ ബ്രദർ. ഇവിടെ ടുഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് ഏത് ടെൻസ് ആണ്? പ്രസൻറ്റ് ടെൻസ് ആണല്ലേ. സോ അപ്പോൾ അവിടെ ഈസ് ആണോ ആർ ആണോ വരേണ്ടത്? ഈസ്. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈതർ ഷീന ഓർ ഹെർ ബ്രദർ ഈസ് കമ്മിങ് ഫോർ ദ പ്രോഗ്രാം ടുഡേ. Then, if you dash hard, you will succeed. Insert the suitable form of work. ഇത് നമ്മളുടെ കണ്ടീഷണൽ സെൻറ്റൻസുകൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്, ഫൈൻ ട്യൂൺ കണ്ടീഷണൽസ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഈഫ് ക്ലോസ് എന്നൊക്കെ പറഞ്ഞ് നമുക്കങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കണ്ടീഷണൽ സെൻറ്റൻസുകൾക്കെല്ലാം 2 ഭാഗങ്ങളുണ്ടാവും. ഒരു ഭാഗം ഒരു കണ്ടീഷൻ, മറ്റേ ഭാഗം ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ കിട്ടുന്ന റിസൾട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എന്താ പറയുക, അല്ലെങ്കിൽ ബ്രദേഴ്സിൻ്റെ അടുത്ത് പറയും, എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങി തന്നാൽ ഞാൻ നിൻ്റെ ഹോംവർക്ക് ചെയ്ത് തരാം. അപ്പോൾ എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങി തന്നാൽ അതാണ് അവിടെ കണ്ടീഷൻ. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്ത് റിസൾട്ട് എന്താ? ഞാൻ നിനക്ക് ഹോംവർക്ക് ചെയ്ത് തരാം. സോ അതാണ് എപ്പോഴും കണ്ടീഷണൽ സെൻറ്റൻസുകൾക്ക് 2 ഭാഗം ഉണ്ടാകും. ഓക്കെ, ഒന്ന് ഒരു കണ്ടീഷൻ പറയുന്ന ഭാഗവും മറ്റേത് ആ കണ്ടീഷൻ നടത്തിയാൽ എന്ത് റിസൾട്ട് കിട്ടും എന്നുള്ളത്. ഓക്കെ, ഈ ഒരു ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കും, റിസൾട്ട് എഴുതേണ്ടത് ഫ്യൂച്ചർ ടെൻസിലാവും. ഓക്കെ, ഇവിടെ യു വിൽ സക്സീഡ് എന്നല്ലേ പറഞ്ഞേ? വില്ല് വരുന്നത് ഏത് ടെൻസിലാണ്? ഫ്യൂച്ചർ ടെൻസിലാണ് അല്ലേ? ഓക്കെ, സോ അപ്പോൾ റിസൾട്ട് ഫ്യൂച്ചർ ടെൻസിൽ വരണമെങ്കിൽ നമ്മളുടെ
കണ്ടീഷൻ ഏത് ടെൻസിലായിരിക്കണം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായിരിക്കണം. മനസ്സിലായോ? സോ ഇഫ് യു വർക്ക് ഹാർഡ്, ഐ യു വി യുടെ കൂടെ വെർബിനെ അതുപോലെ തന്നെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ യൂസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇവിടെ വർക്ക് എന്ന് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഷീ ആയിരുന്നു ഇവിടെ സബ്ജക്റ്റിലോ. ഇഫ് ഷീ വർക്ക് ഹാർഡ് എന്നാണ് നമ്മൾ പറയണ്ടേ? അല്ല, ഇഫ് ഷീ വർക്ക്സ് ഹാർഡ് ഷീ വിൽ സക്സീഡ്. ക്ലിയർ ആണോ? സോ ഇത് കണ്ടീഷണൽ സെൻറ്റൻസുകളിൽ ഫസ്റ്റ് ടൈപ്പ് കണ്ടീഷനാണ്. ദാറ്റ് മീൻസ് കണ്ടീഷൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. ആൻഡ് അതിൻ്റെ എന്താണ് റിസൾട്ട് ഫ്യൂച്ചർ ടെൻസിലും ആയിരിക്കും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൽ അധികം അങ്ങനെ കാണാറില്ല. PSC എക്സാംസിനൊക്കെ നിങ്ങൾ പോകുമ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഷുവറായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി 14th ക്വസ്റ്റ്യൻ. കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ആർ യു ഗോയിങ് ഓൺ ട്രെയിൻ. എങ്ങനെയാണ് പറയേണ്ടത്? ആർ യു ഗോയിങ് ബൈ ട്രെയിൻ എന്നാണ് കറക്റ്റ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ബുക്സ് ആർ ദെയർ ഇൻ മൈ ടേബിൾ. സാധാരണഗതിയിൽ ടേബിൾ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പ് ഒരു ഫ്ലാറ്റ് സർഫസ് ആണല്ലോ സാധാരണഗതിയിൽ. അപ്പോൾ ഓൺ എന്ന പ്രപ്പോസിഷനാണ് അവിടെ ആപ്റ്റ് ആയിട്ടുള്ളത്. സോ ദ ബുക്സ് ആർ ദെയർ ഓൺ മൈ ടേബിൾ ആണ് അവിടെ കറക്റ്റ്. പക്ഷെ ഇൻ ദ ഡ്രോ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ടേബിളിൻ്റെ ഡ്രോയ്ക്ക് അകത്താണ് ബുക്ക് ഇരിക്കണമെങ്കിൽ ഇൻ ദ ഡ്രോ എന്ന് പറയാം. പക്ഷെ ഓൺ ദ ടേബിൾ എന്നാണ് കറക്റ്റ്. ഓക്കെ, ദെൻ ഐ ഗോട്ട് യുവർ ലെറ്റർ ഓൺ ലാസ്റ്റ് ഫ്രൈഡേ. ഒരിക്കലും ലാസ്റ്റ് ഫ്രൈഡേ, നെക്സ്റ്റ് മൺഡേ അങ്ങനെയൊക്കെ പറയുമ്പം പ്രപ്പോസിഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും നമുക്ക് വരുന്നൊരു മിസ്റ്റേക്കാണ്. സബ്മിറ്റ് യുവർ അസൈൻമെൻറ്റ്സ് ഓൺ നെക്സ്റ്റ് ട്യൂസ്ഡേ. തെറ്റാണ്. എങ്ങനെയാണ് പറയണ്ടേ? സബ്മിറ്റ് യുവർ അസൈൻമെൻറ്റ്സ് നെക്സ്റ്റ് ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ മതി. ഓൺ അവിടെ ആവശ്യമില്ല. അത് തെറ്റാണ് അങ്ങനത്തെ യൂസേജ്. സോ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരണ്ടേ? ഐ ഗോട്ട് യുവർ ലെറ്റർ ലാസ്റ്റ് ഫ്രൈഡേ. ഓക്കെ, ദെൻ ഹി ഈസ് ദ ടോളർ എമംഗ് ദ ടു. എങ്ങനെയാണ് വേണ്ടത്? ഹി ഈസ് ദ ടോളർ ഓഫ് ദ ടു എന്നാണ് പറയേണ്ടത് കേട്ടോ. എമംഗ് ദ ടു എന്ന് അല്ല. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഷീ സഫേഴ്സ് ഇൻസോംനിയ. എപ്പോഴും നമ്മൾ സഫർ എന്ന വാക്ക് യൂഷ്വലി ഹെഡ് ഏക്ക്, ഫീവർ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പറയും. ടോൺസിലൈറ്റിസ് അങ്ങനെയൊക്കെ അല്ലേ, ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങൾ നമ്മൾ പറയുമ്പോൾ ഫ്രം കൂട്ടിയാണ് പറയേണ്ടത്. ഓക്കെ, സോ ഷീ സഫേഴ്സ് ഫ്രം ഇൻസോംനിയ. ഓക്കെ, സോറി. 15th ക്വസ്റ്റ്യൻ ആണ് ഇൻസേർട്ട് ദ പാസ്റ്റ് ഓർ ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? പാസ്റ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. വിച്ച് എവർ ഇസ് കറക്റ്റ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. സെൻറ്റൻസ് നോക്കി കറക്റ്റ് ഏതാണോ അത് അനുസരിച്ച് വേണം യൂസ് ചെയ്യാൻ. ഓഫ് ദ വേർബ് ഗിവൺ അറ്റ് ദ എൻഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വി ഡാഷ് ടു ദ തിയേറ്റർ ലാസ്റ്റ് ഈവനിങ്. ബ്രാക്കറ്റിൽ ഗോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ടെൻസ് ഇവിടെ ഉപയോഗിക്കാം? പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം, പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ സെൻറ്റൻസിൽ നോക്കിയിട്ട് ഇത് പാസ്റ്റ് ആണോ പ്രസൻ്റ് ആണോ എന്ന് കാണിക്കണ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ നോക്കിയേ, വി ആൻസർ പറഞ്ഞേ. വി ഡാഷ് ടു ദ തിയേറ്റർ ലാസ്റ്റ് ഈവനിങ് എന്നാ പറഞ്ഞേ. ലാസ്റ്റ് ഈവനിങ്, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് അവർ അങ്ങനെയുള്ളതൊക്കെ ലാസ്റ്റ് കൂട്ടി വരുന്ന എല്ലാം പാസ്റ്റ് ടെൻസ് ഉദ്ദേശിച്ചായിരിക്കും. സോ പാസ്റ്റിൽ ഏതാ ഇവിടെ ഉപയോഗിക്കേണ്ടത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണല്ലേ. സോ ഗോയിൻ്റെ പാസ്റ്റ് എന്താണ്? വെൻറ്റ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് എന്താ? വി വെൻറ്റ് ടു ദ തിയേറ്റർ ലാസ്റ്റ് ഈവനിങ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഡാഷ് എവ്രി ഡേ ദിസ് വീക്ക്. ബ്രാക്കറ്റിൽ റെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ദിസ് വീക്ക് എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണെന്നോ? പ്രസൻറ്റ് ടെൻസ് ആണ്.
എന്നാൽ ദാറ്റ് വീക്ക് ആയിരുന്നെങ്കിലോ പാസ്റ്റ് ടെൻസ് ആയിരുന്നേനെ. ദിസ് പ്രസന്റ് ആണ്, ദാറ്റോ പാസ്റ്റ് ആണ്. അപ്പോൾ ദിസ് എന്ന് പറയുമ്പം പ്രസന്റ് ആണ്. പ്രസൻറ്റിലെ ഏത് ടെൻസാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക? പ്രസൻറ്റ് പെർഫെക്റ്റ്. എങ്ങനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൽ എഴുതുക? ഹാവ് അല്ലെങ്കിൽ ഹാസ് വേണം, പിന്നെ V3 ഫോം ഓഫ് ദ വെർബ് വേണം. ഓക്കെ, സോ എങ്ങനെ എഴുതും? ഇറ്റ് ഹാസ് റെയിനിൻ്റെ V3 ഫോം റെയിൻഡ് തന്നെയാണ് കേട്ടോ. എന്തുകൊണ്ട് ഇവിടെ ഹാസ് വന്നേ? ഇറ്റ് വന്നോണ്ടാ. ഹീ ഷീ ഇറ്റിൻ്റെ കൂടെ ഹാവ് ആണോ ഹാസ് ആണോ ചേർക്കണ്ടേ? ഹാസ് ആണ് ചേർക്കണ്ടേ. ഓക്കെ, സോ ഇറ്റ് ഹാസ് റെയിൻഡ് എവറി ഡേ ദിസ് വീക്ക്. ഞാൻ ഈ കീ വേർഡ്സ് ആയിട്ട് വരുന്ന, കാരണം ഏത് ടെൻസാണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഇവിടെ റെഡ് ലെറ്റേഴ്സിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ നിങ്ങൾക്ക് ആണെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഇതുപോലത്തെ എന്താ പറയുക, ഏത് ടെൻസാണെന്ന് കാണിക്കുന്ന വാക്കുകളുണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇറ്റ് ഡാഷ് മീ നിയർലി ആൻ അവർ ടു ഗെറ്റ് ദെയർ ദിസ് മോർണിംഗ്. ഞാൻ പറഞ്ഞു ദിസ് എന്നത് ഏത് ടെൻസാണ്? പ്രസൻറ്റ് ടെൻസിനെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. ദിസ് മോർണിംഗ്, ഈ മോർണിംഗ് എന്നുള്ളതാണ്. അപ്പോൾ പ്രസൻറ്റ് ആണ് അവിടെ വരുന്നത്. സോ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ടേക്ക് എന്നുള്ളതാണ് വെർബ്. ടേക്കിൻ്റെ എങ്ങനെ എഴുതും? ഇറ്റ് ഹാസ് ടേക്കൺ മീ. ടേക്കിൻ്റെ V3 ഫോം എന്താ? ടേക്കൺ. It has taken me nearly an hour to get there this morning. Okay, then no one dash from him for the past 6 months. അതിൽ തന്നെ ഉണ്ട് ടെൻസ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ. പാസ്റ്റ് ടെൻസിനെ ഉദ്ദേശിച്ച. അപ്പോൾ അവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. ആൻഡ് ബ്രാക്കറ്റിൽ ഹിയർ ആണ് വെർബ് വന്നിരിക്കുന്നത്. ഹിയറിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഹേർഡ് ആണ് കേട്ടോ. സോ ഇങ്ങനെ എഴുതും, നോ വൺ ഹേർഡ് ഫ്രം ഹിം ഫോർ ദ പാസ്റ്റ് 6 months. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വി കെയിം ഹിയർ ഇൻ 1935 ആൻഡ് ഡാഷ് ഹിയർ എവർ സിൻസ്. ഈ സിൻസ് എന്നൊക്കെ ഉള്ള പദം, സിൻസ് ഫോറൊക്കെ എപ്പോഴും പെർഫെക്റ്റ് ടെൻസുകളിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? വി കെയിം ഹിയർ ഇൻ 1935 ആൻഡ് ഹാവ് ലിവ്ഡ് ഹിയർ എവർ സിൻസ്. അന്നു മുതൽ ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു. ദാറ്റ് മീൻസ് ഇപ്പോഴും ജീവിക്കുന്നു എന്ന്. സോ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ 16th question, fill in the blanks with either the plain noun given at the end of the sentence or the noun preceded by the. That means ഒന്നില്ലെങ്കിൽ ദ ചേർത്ത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് എഴുതുക, അല്ലെങ്കിൽ ദ ചേർക്കാതെ എഴുതുക. പ്ലെയിൻ നൗൺ എന്ന് പറഞ്ഞാൽ ദ ഒന്നും ചേർക്കണ്ട, ചുമ്മാ ബ്രാക്കറ്റിൽ നിന്ന് അതേപടി എടുത്ത് എഴുതുക. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദ എന്ന ആർട്ടിക്കിള് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? പർട്ടിക്കുലറായിട്ട് ഇന്നത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ദ യൂസ് ചെയ്യുന്നത്. ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ദ. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പർട്ടിക്കുലർ ആയിട്ടുള്ള, നമ്മൾ ഏതെങ്കിലും പ്രത്യേക ഒന്നിനെ കുറിച്ച് പറയുമ്പോഴാണ് ഈ ദ ചേർത്ത് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതണം? സം കോയിൻസ് ആർ മെയ്ഡ് ഓഫ്, എന്താണ്, കോമൺ ആയിട്ട് പറഞ്ഞാൽ മതി അല്ലേ? സിൽവർ ആൻഡ് സം ഓഫ് കോപ്പർ. അത് ഇപ്പോൾ ഇന്ന സിൽവർ ഇന്ന കോപ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ചില കോയിൻസ് സിൽവർ വെച്ചുണ്ടാക്കും, ചിലത് കോപ്പർ വെച്ചുണ്ടാക്കും എന്നുള്ളതേ അവരവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനോ, ഡാഷ് ഇൻ ദാറ്റ് സ്ട്രീം ഇസ് നോട്ട് ഗുഡ് ഫോർ ഡ്രിങ്കിങ്. അവിടെ എന്താണ്? പർട്ടിക്കുലറായിട്ട് പറയാണ്, ആ സ്ട്രീമിലെ വെള്ളം, മറ്റെവിടുത്തെ അല്ല, മറിച്ചോ ആ സ്ട്രീമിലെ വെള്ളം കുടിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ ദ വാട്ടർ ഇൻ ദാറ്റ് സ്ട്രീം എന്ന് പറയണം അല്ലേ? ബാക്കി എവിടുത്തെയും വെള്ളമല്ല, ആ പർട്ടിക്കുലർ സ്ട്രീമിലെ വെള്ളം. ഓക്കെ, സോ ദ വാട്ടർ ഇൻ ദാറ്റ് സ്ട്രീം ഇസ് നോട്ട് ഗുഡ് ഫോർ ഡ്രിങ്കിങ്. അവിടെ ദ ചേർക്കണം. ഇനി മെനി ഗ്രേറ്റ് ഷിപ്സ് ക്രോസ്ഡ് ഡാഷ്, എന്നിട്ട് ബ്രാക്കറ്റിൽ അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് കൊടുത്തിരിക്കുകയാണ്.
നമ്മളെപ്പോഴും ഇതുപോലത്തെ പസഫിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ അതുപോലത്തെ ഓഷ്യൻസിൻ്റെയൊക്കെ പേര് പറയുമ്പോൾ ദ ചേർത്ത് വേണം പറയാൻ. അപ്പോൾ എങ്ങനെയാണ്? മെനി ഗ്രേറ്റ് ഷിപ്സ് ക്രോസ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. He came for an hour but stayed all dash. ഈവനിങ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു. പക്ഷേ അവിടെ എന്താണ്? ഒരു പർട്ടിക്കുലർ ഈവനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അന്നത്തെ ഈവനിങ് മുഴുവൻ അവൻ അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ ഈവനിങ് എന്നുള്ള അർത്ഥമാണോ? അല്ല. അപ്പോൾ ദ ഈവനിങ് എന്ന് പറയണം. അവൻ 1 മണിക്കൂറത്തേക്കാണ് വന്നത്, പക്ഷേ അന്നത്തെ ഈവനിങ് മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ പർട്ടിക്കുലറായിട്ട് ദ ഈവനിങ് എന്ന് നമ്മൾ പറയണം. ഓക്കെ, 17th question ആണ്. റൈറ്റ് ദ കറക്റ്റ് ഫോം ഓഫ് ദ പ്രനൗൺ ആസ് ദ ഫോളോയിങ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഫസ്റ്റ് വൺ, വി സ്കോർഡ് ആസ് മെനി ഗോൾസ് ആസ് ദേ ആണോ ദെം ആണോ? കറക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. രാമ ആൻഡ് ഐ ഓർ മീ വെയർ പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ്. ഇറ്റ് ഈസിൻറ്റ് ഫോർ സച്ച് ആസ് ദേ അല്ലെങ്കിൽ ദെം ടു ഡിക്റ്റേറ്റ് ടു ആസ്. ഇനി അടുത്തത്, ലെറ്റ് യു ആൻഡ് ഐ ഓർ മീ ട്രൈ വാട്ട് വി ക്യാൻ ഡു. അടുത്തത്, നോബഡി ബട്ട് ഹി അല്ലെങ്കിൽ ഹിം വാസ് പ്രസൻറ്റ്. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നോക്കാം, എപ്പോഴും ഉണ്ടല്ലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. വി സ്കോർഡ് ആസ് മെനി ഗോൾസ് ആസ്. എപ്പോഴും ദെം എന്നുള്ളത്, ദേ എന്നുള്ളത് എപ്പോഴും സബ്ജക്റ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ദേ എന്നുള്ളത് എപ്പോഴും സബ്ജക്റ്റ് ആയിട്ടാണ് സെൻറ്റൻസിൽ വരുന്നത്. ദെം എന്നുള്ളത് എന്താണ്? ഒബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ അവരുടെ അത്രയും ഗോള് സ്കോർ ചെയ്തു എന്നല്ലേ പറഞ്ഞേ. അപ്പം എന്താണ് അവരുടെ എന്നുള്ള വരുന്നത് അവിടെ എന്താണ്? ഒബ്ജക്റ്റ് ആയിട്ടാണ് അവിടെ വരുന്നത് കേട്ടോ. ഞങ്ങൾ അവരുടെ അത്രയും സ്കോർ ചെയ്തു. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് ദെം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് യൂസ് ചെയ്യേണ്ടത് ദെം ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് വി സ്കോർഡ് ആസ് മെനി ഗോൾസ് ആസ് ദെം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി രാമ ആൻഡ് ഐ ആണോ മീ ആണോ വെയർ പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ്? രാമ ആൻഡ് ഐ. ഓക്കെ, സോ രാമ ആൻഡ് മീ എന്നല്ല പറയണ്ടേ, രാമ ആൻഡ് ഐ വെയർ പ്രസൻറ്റ് അറ്റ് ദ മീറ്റിംഗ് എന്നാണ് പറയേണ്ടത്. മൈ ഫ്രണ്ട് ആൻഡ് ഐ വെൻ ടു ദ പാർട്ടി. മൈ ഫ്രണ്ട് ആൻഡ് മീ വെൻ ടു ദ പാർട്ടി എന്നാണോ? അല്ല, മൈ ഫ്രണ്ട് ആൻഡ് ഐ വെൻ ടു ദ പാർട്ടി എന്നാണ് കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഇൻ ഫോർ സച്ച് ആസ് ദേ ആണോ ദെം ടു ഡിക്റ്റേറ്റ് ടു ആസ്? ഇവിടെ അവർ ഞങ്ങളോട് ഡിക്റ്റേറ്റ് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. അവർ അതവിടെ സബ്ജക്റ്റ് ആയിട്ടല്ലേ വരുന്നത്, ശരിയല്ലേ? അവർ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ളതാണ് അല്ലേ. സോ അവർ ദേ എന്നുള്ളതാണ് വരേണ്ടത്. സോ ഈ ദേയും ദെമ്മും വരുമ്പം ദേ എപ്പോഴും നമ്മൾ ആ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. ദെമ്മ് ഒബ്ജക്റ്റ് ആയിട്ട് വരുമ്പോഴാണ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. സോ ഇറ്റ് ഈസ് ഇൻ ഫോർ സച്ച് ആസ് ദേ ടു ഡിക്റ്റേറ്റ് ടു ആസ്. ക്ലിയർ? ദെൻ ലെറ്റ് യു ആൻഡ് ഐ ആണോ മീ ആണോ? ട്രൈ വാട്ട് വി ക്യാൻ ഡു. ലെറ്റ് യു ആൻഡ് മീ, അവിടെ യു വന്നത് കൊണ്ടാണ് നീയും ഞാനും. യു ആൻഡ് ഐ എന്നല്ല പറയേണ്ടത്, യു ആൻഡ് മീ എന്നാണ് പറയേണ്ടത് കേട്ടോ. യു വന്നത് കൊണ്ടാണ്. പക്ഷെ അവിടെ ഒരു പേര് വന്നിരുന്നെങ്കിലോ ഐ എന്ന് വന്നേനെ. ഓക്കെ, so let you and me try what we can do. Nobody but dash was present. He ആണോ ഹിം ആണോ? അതവിടെ സബ്ജക്റ്റ് ആയിട്ടാണ് വരുന്നത്, അവൻ എന്നുള്ള അർത്ഥമാണ്. ഹിം ഒരിക്കലും വരില്ല. ഓക്കെ, സോ nobody but he was present. മെൻഷൻ 5 ആനിമൽ ഗേറ്റ് വേർഡ്സ് ആൻഡ് യൂസ് ദം ഇൻ സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ ആനിമൽ വേർഡ്സ്, ബോഡി വൊക്കാബുലറി അതൊക്കെ നേരിട്ട് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് ആ പാർട്ടിൽ നിന്നൊക്കെ. സോ ഇവിടെ ഞാൻ റാൻഡമായിട്ട് കുറച്ച് വേർഡ്സ് ചൂസ് ചെയ്തു എന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡ്സ് ചൂസ് ചെയ്യാം. ആംബിൾ എന്ന് പറഞ്ഞാൽ ലിഷർലി വാക്ക് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടിങ്ങനെ നമ്മളിങ്ങനെ ലിഷറായിട്ട് നടക്കത്തില്ലേ, ചുമ്മാ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ നടക്കത്തില്ലേ, ആ ഒരു നടത്തം. സെൻറ്റൻസ് എങ്ങനെ എഴുതും? ഇറ്റ് ഈസ് റിഫ്രഷിംഗ്
ടു ആംബിൾ ബൈ ദ റിവർ സൈഡ്. ദാറ്റ് മീൻസ് ചുമ്മാ ലെഷറായിട്ട് ഇങ്ങനെ വാക്ക് ചെയ്യുന്ന ആ റിവർ സൈഡിൽ കൂടെ നടക്കുന്നത് റിഫ്രഷിങ് ആണ്, നമുക്കൊരു ഉന്മേഷമൊക്കെ കിട്ടുമെന്ന്. ഇനി ട്രോട്ട് എന്ന് പറഞ്ഞാലോ, റൺ അറ്റ് എ മോഡറേറ്റ് സ്പീഡ്. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു സ്പീഡിൽ ഓടുന്ന, എസ്പെഷ്യലി കുതിരയുടെ അങ്ങനത്തെ ഓട്ടത്തിനാണ് ട്രോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദ ചൈൽഡ് ട്രോട്ടഡ് ബൈ ഹെർ ഒബീഡിയൻ്റ്ലി എന്ന് പറഞ്ഞാൽ അമ്മ നടക്കുമ്പോൾ നമുക്കറിയാലോ, അമ്മയുടെയൊക്കെ കൈ പിടിച്ചിട്ട് കുട്ടികൾ ഓട്ടോ അല്ല നടത്തോ അല്ലാത്ത അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്പീഡിൽ പിള്ളേരിങ്ങനെ ചാടി ചാടി ഇങ്ങനെ നടക്കത്തില്ലേ. സോ അതാണ് ട്രോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ക്യാൻറ്റർ. ക്യാൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ട്രോട്ട് എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ് സ്പീഡിൽ ഓടുന്നത്, ഗാലോപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഓടുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതിനാണ് നമ്മൾ ക്യാൻറ്റർ എന്ന് പറയുന്നത് കേട്ടോ. സോ ഐ റോഡ് അവേ അറ്റ് എ ക്യാൻറ്റർ. ഇനി ഗാലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മളുടെ കുതിരയുടെയൊക്കെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ സ്പീഡിൽ അത് പോകത്തില്ലേ, അതിനാണ് ഗാലോപ്പ് എന്ന് പറയുന്നത്. ഫാസ്റ്റസ്റ്റ് പേസ് ഓഫ് എ ഹോഴ്സ്. ഓക്കെ, വി ഗാലോപ്ഡ് അലോങ് ദ സാൻഡ്. സ്പീഡിൽ ഓടി എന്നുള്ളതാണ് കേട്ടോ. ഇനി പേസ് എന്ന് പറഞ്ഞാൽ എന്താ, പതുക്കെ പതുക്കെ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കത്തില്ലേ, ഓരോ അടിയും വെച്ച്. സോ അതിനാണ് പേസ് എന്ന് പറയുന്നത്. അതിന് പേസ് എന്ന വാക്കിന് സ്പീഡ് എന്നൊരു അർത്ഥവും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ഇപ്പം തൊട്ട് മുന്നത്തെ ഗാലോപ്പിൽ ഫാസ്റ്റസ്റ്റ് പേസ് ഓഫ് എ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ സ്പീഡ് എന്നുള്ള അർത്ഥത്തിലാണ് പേസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സെൻറ്റൻസിൽ പേസ് എന്ന അർത്ഥത്തിന് ഓരോ അടി വെച്ച് നടക്കുന്നതിന്. ഓക്കെ, ഹി പേസ്ഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ദ ഹോൾ. നമ്മളിങ്ങനെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഹാളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തില്ലേ, സോ ആ ഒരു നടത്തത്തിനാണ് പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തന്നുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടേതായ എക്സാമ്പിൾസ് ചൂസ് ചെയ്യാം. 19th question, give the possible word that may be derived out of affixation in the following words. affixation എന്ന് പറഞ്ഞാൽ എന്താ, പ്രിഫിക്സും സഫിക്സും ഒക്കെ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ affixation എന്ന് പറയുന്നത്. ഡ്യൂട്ടി എന്ന വാക്കിന് നമ്മളൊരു affixation വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡ്യൂട്ടിഫുൾ എന്ന വാക്കുണ്ടാക്കാം. പേ വെച്ച് പേയ്മെൻറ്റ്, മ്യൂസിക് മ്യൂസീഷ്യൻ, സിമ്പിൾ സിംപ്ലിസിറ്റി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വേർഡ്സ്. ഓക്കെ, ഇനി 20th question ഇതാണ്, ലിസ്റ്റ് ഓഫ് ഫ്യൂ പൊളൈറ്റ് എക്സ്പ്രഷൻസ്. വളരെ എളുപ്പമുള്ളതാണ് അല്ലേ, പൊളൈറ്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് പറയാൻ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കുറേ എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാം. മേ ഐ ഗെറ്റ് ഇൻ ദ ക്ലാസ്, ക്യാൻ ഐ ഹാവ് യുവർ പെൻ പ്ലീസ്, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ, ഷാൽ ഐ ടേക്ക് യുവർ ബാഗ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനത്തെ നിങ്ങളുടേതായ കുറച്ച് എക്സാമ്പിൾസ്, ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടേതായ എക്സാമ്പിൾസ് ചൂസ് ചെയ്യാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫ്രെയിം 5 ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ്. എന്താണ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ആ ക്വസ്റ്റ്യനിൽ 2 ചോയ്സേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ 2 ചോയ്സ് ഉണ്ടാകും, അതിലേതെങ്കിലും ഒന്ന്. ഇപ്പം നമ്മളുടെ അടുത്ത് ചോദിക്കുവാണ്, നിനക്ക് ഏത് ഐസ്ക്രീമാണ് വേണ്ടത്, വാനിലയോ ചോക്ലേറ്റോ? അവിടെ നമുക്ക് സ്ട്രോബെറി എന്ന് പറയാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, കാരണം എന്താ, 2 ചോയ്സ് ഉള്ളൂ, വാനില അല്ലെങ്കിൽ ചോക്ലേറ്റ്. അതാണ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 2 ചോയ്സ്, അതിൽ നിന്ന് ഏത് എന്ന് ചോദിക്കുന്നതിനാണ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനിവിടെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിരിക്കുകയാണ്. വിച്ച് വൺ ഡു യു പ്രിഫർ, കോഫി ഓർ ടീ? ആർ വി ഈറ്റിംഗ് ഇൻ ഓർ ഔട്ട് ദിസ് ഈവനിങ്? ഒന്നില്ലെങ്കിൽ ഇൻ അല്ലെങ്കിൽ ഔട്ട്. ഡസ് ഷീ വർക്ക് ഇൻ ദ സിറ്റി ഓർ ഇൻ ദ സബർബ്? സബർബ് എന്ന് പറഞ്ഞാൽ എന്താ, സിറ്റി അല്ലാത്ത ഉള്ളിലേക്ക് കയറി ഉള്ള സ്ഥലങ്ങളിലാണോ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. സോ ഒന്നെങ്കിൽ ഇൻ ദ സിറ്റി അല്ലെങ്കിൽ സബർബ്, 2 ഏതെങ്കിലും ഒന്നാ പറയാൻ പറ്റുള്ളൂ. ആർ യു കമ്മിങ് ഓർ നോട്ട്? നീ വരുന്നോ അതെയോ ഇല്ലയോ? അതൊരു ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എപ്പോഴും എല്ലാവരോടും ചോദിക്കുന്നതാണ് അല്ലേ, വരുന്നുണ്ടോ അല്ല വരുന്നില്ലയോ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ എന്താണ്, ഡു യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്? ഒന്നില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. സോ ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, 2 ഓപ്ഷൻ, 2 ചോയ്സ് നമുക്കുണ്ടാവും, അതിൽ നിന്ന് ചൂസ് ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് മുന്നേ ഉള്ള അല്ലെങ്കിൽ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. സോ പ്ലീസ് ഗോ ത്രൂ ഇറ്റ്. ഐ ഹോപ്പ് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.